ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐം കാൽക്കുലേറ്റിംഗ്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള 25ാമത്തെ വീഡിയോയാണിത്. ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, കാർഷിക ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം നിർമ്മിച്ച കമ്പനി സ്കൈലാർക്ക് ഡ്രോൺസ് ആണ്. കാർഷിക ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം നിർമ്മിച്ച കമ്പനിയാണ് സ്കൈലാർക്ക് ഡ്രോൺസ്. സ്കൈലാർക്ക് ഡ്രോൺസ് നിർമ്മിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പേര് DMO-AG എന്നാണ്. സ്കൈലാർക്ക് ഡ്രോൺസ് നിർമ്മിച്ച സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് DMO-AG. ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഛത്തീസ്ഗഡിലെ തുൾസി എന്ന ഗ്രാമമാണ്. ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഛത്തീസ്ഗഡിലെ തുൾസി എന്ന ഗ്രാമമാണ്. ഈ ഗ്രാമത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും യൂട്യൂബുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായതിനാലാണ് ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്ന വിശേഷണം തുൾസി എന്ന ഛത്തീസ്ഗഡിലെ ഗ്രാമത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഛത്തീസ്ഗഡിലെ തുൾസി എന്ന ഗ്രാമമാണ്. ലോക ചിന്താ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 22 ലോക ചിന്താ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 22. 2025 ഏറ്റവും മികച്ച കറൻസി നോട്ട് പുറത്തിറക്കിയതിനുള്ള പുരസ്കാരം നേടിയ കേന്ദ്ര ബാങ്ക് UAE സെൻട്രൽ ബാങ്ക് ആണ്. 2025 ഏറ്റവും മികച്ച കറൻസി നോട്ട് പുറത്തിറക്കിയതിനുള്ള പുരസ്കാരം നേടിയ കേന്ദ്ര ബാങ്ക് UAE സെൻട്രൽ ബാങ്ക് ആണ്. UAE 500 ദർഹമാണ് ഏറ്റവും മികച്ച കറൻസി നോട്ടായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. UAE 500 ദർഹമാണ് ഏറ്റവും മികച്ച കറൻസി നോട്ടായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2025 ഏറ്റവും മികച്ച കറൻസി നോട്ട് പുറത്തിറക്കിയതിനുള്ള പുരസ്കാരം നേടിയത് UAE സെൻട്രൽ ബാങ്ക് ആണ്. 2024-25 സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ സെമി ഫൈനലിൽ ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനലിൽ പ്രവേശിച്ചത്? ഗുജറാത്തിനെ പരാജയപ്പെടുത്തി. 2024-25 സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനലിൽ പ്രവേശിച്ചത്? ഗുജറാത്തിനെയാണ് കേരളം പരാജയപ്പെടുത്തിയത്. കേരളം രഞ്ജി ട്രോഫി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫൈനലിൽ പ്രവേശിക്കുന്നത്. കേരളം രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളം ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത്. 2024-25 സീസണിൽ ഗുജറാത്തിനെ പരാജയപ്പെടുത്തിയാണ് കേരളം രഞ്ജി ട്രോഫി ഫൈനലിൽ പ്രവേശിച്ചത്. ഏത് രാജ്യത്ത് നിന്നുമാണ് ഇന്ത്യ P-81 വിമാനം വാങ്ങുന്നത്? അമേരിക്കയിൽ നിന്നും. ഏത് രാജ്യത്ത് നിന്നുമാണ് ഇന്ത്യ P-81 വിമാനം വാങ്ങുന്നത്? അമേരിക്കയിൽ നിന്നും. 2025 ഫെബ്രുവരിയിൽ ദേശീയ അംഗീകാരം നേടിയ തദ്ദേശീയ ഇനം താറാവാണ് ത്രിപുരേശ്വരി. 2025 ഫെബ്രുവരിയിൽ ദേശീയ അംഗീകാരം നേടിയ തദ്ദേശീയ ഇനമായിട്ടുള്ള താറാവാണ് ത്രിപുരേശ്വരി. ത്രിപുരയിൽ നിന്നുള്ളതാണ് ത്രിപുരേശ്വരി താറാവുകൾ. ലൈഫ് മിഷൻ പുരസ്കാരം 2023-24 മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയത് മലപ്പുറം ജില്ലയിലെ അമരമ്പലം ഗ്രാമപഞ്ചായത്താണ്. ലൈഫ് മിഷൻ പുരസ്കാരം 2023-24 മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയത് മലപ്പുറം ജില്ലയിലെ അമരമ്പലം ഗ്രാമപഞ്ചായത്താണ്. ലൈഫ് മിഷൻ പുരസ്കാരം 2023-24 മികച്ച നഗരസഭയ്ക്കുള്ള പുരസ്കാരം നേടിയത് മലപ്പുറം ജില്ലയിലെ തന്നെ പെരിന്തൽമണ്ണ നഗരസഭയുമാണ്. ലൈഫ് മിഷൻ പുരസ്കാരം 2023-24 മികച്ച നഗരസഭയ്ക്കുള്ള പുരസ്കാരം നേടിയത് പെരിന്തൽമണ്ണ നഗരസഭ, മലപ്പുറം ജില്ല. സാമൂഹിക നീതിയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രാദേശിക സംവാദത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ന്യൂഡൽഹിയാണ്. സാമൂഹിക നീതിയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രാദേശിക സംവാദത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ന്യൂഡൽഹിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിച്ച പ്രദേശങ്ങളുള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിച്ച പ്രദേശങ്ങളുള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് വരൾച്ച ബാധിച്ച പ്രദേശങ്ങളുള്ള ജില്ല കോട്ടയം ജില്ലയുമാണ്. കേരളത്തിലെ ഏറ്റവും കുറവ്
വരൾച്ച ബാധിച്ച പ്രദേശങ്ങളുള്ള ജില്ല കോട്ടയം ജില്ലയും ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിച്ച പ്രദേശങ്ങളുള്ള ജില്ല കാസർഗോഡ് ജില്ലയുമാണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 14,000 റൺസ് നേടിയ താരം വിരാട് കോഹ്ലിയാണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 14,000 റൺസ് നേടിയ താരം വിരാട് കോഹ്ലിയാണ്. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടിയ വിക്കറ്റ് കീപ്പർ അല്ലാത്ത താരം കൂടിയാണ് വിരാട് കോഹ്ലി. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടിയ വിക്കറ്റ് കീപ്പർ അല്ലാത്ത താരം വിരാട് കോഹ്ലിയാണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 14,000 റൺസ് നേടിയ താരമാണ് വിരാട് കോഹ്ലി. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടിയ വിക്കറ്റ് കീപ്പർ അല്ലാത്ത താരം വിരാട് കോഹ്ലിയാണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ പന്തുകളിൽ നിന്ന് 200 വിക്കറ്റുകൾ നേടിയ ആദ്യ താരം മുഹമ്മദ് ഷമിയാണ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ പന്തുകളിൽ നിന്ന് 200 വിക്കറ്റുകൾ നേടിയ ആദ്യ താരം ഇന്ത്യയുടെ മുഹമ്മദ് ഷമിയാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ച സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പ്രതിഭ പദ്ധതി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ച സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പ്രതിഭ പദ്ധതി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ച സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പ്രതിഭ പദ്ധതി. പരീക്ഷയിൽ മറ്റ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് വിവരാവകാശ നിയമത്തിലൂടെ ആരായാമെന്ന് ഉത്തരവിറക്കിയ കോടതി സുപ്രീം കോടതിയാണ്. പരീക്ഷയിൽ മറ്റ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് വിവരാവകാശ നിയമത്തിലൂടെ ആരായാം എന്ന് ഉത്തരവിറക്കിയ കോടതി സുപ്രീം കോടതിയാണ്. ഇന്ത്യയും ഏത് രാജ്യവും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് ബ്രഹ്മോസ് NG മിസൈൽ. റഷ്യയും. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് ബ്രഹ്മോസ് NG മിസൈൽ. ഫോബ്സ് മാസികയുടെ പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പുകളുടെ പട്ടികയിൽ ആദ്യത്തെ 100-ൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പാണ് ആക്രി ആപ്പ്. ഫോബ്സ് മാസികയുടെ പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പുകളുടെ പട്ടികയിൽ ആദ്യത്തെ 100-ൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പാണ് ആക്രി ആപ്പ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച നികുതി സമ്പ്രദായത്തിൽ സാരമായി മാറ്റങ്ങൾ വരുത്തുന്നതിൽ പങ്കുവഹിച്ച ഇന്ത്യയുടെ ധനകാര്യ ഉദ്യോഗസ്ഥനായിരുന്ന മലയാളിയാണ് VU ഏറാടി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച രാജ്യത്തെ നികുതി സമ്പ്രദായത്തിൽ സാരമായ മാറ്റങ്ങൾ വരുത്തുന്നതിൽ പങ്കുവഹിച്ച ധനകാര്യ ഉദ്യോഗസ്ഥനായിരുന്ന മലയാളിയാണ് VU ഏറാടി. ടൈം മാഗസിൻ വിമൺ ഓഫ് ദി ഇയർ 2025 പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതയാണ് പൂർണിമ ദേവി ബർമൻ. ടൈം മാഗസിന്റെ വിമൺ ഓഫ് ദി ഇയർ 2025 പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതയാണ് പൂർണിമ ദേവി ബർമൻ. ഇന്ത്യൻ ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമാണ് പൂർണിമ ദേവി ബർമൻ. കേരള സംസ്ഥാന റവന്യൂ പുരസ്കാരം 2025 മികച്ച കളക്ടറേറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൃശൂരാണ്. കേരള സംസ്ഥാന റവന്യൂ പുരസ്കാരം 2025 മികച്ച കളക്ടറേറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൃശൂരാണ്. കേരള സംസ്ഥാന റവന്യൂ പുരസ്കാരം 2025 മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് എറണാകുളം ജില്ലാ കളക്ടറായിട്ടുള്ള NSK ഉമേഷ് ആണ്. കേരള സംസ്ഥാന റവന്യൂ പുരസ്കാരം 2025 മികച്ച കളക്ടറേറ്റ് തൃശൂർ കളക്ടറേറ്റ്, മികച്ച ജില്ലാ കളക്ടർ എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് ആണ്. കേരള റവന്യൂ വകുപ്പാണ് കേരള സംസ്ഥാന റവന്യൂ പുരസ്കാരം നൽകുന്നത്. ലോക ബാങ്ക് ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 38 ആണ്. ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 38ാം സ്ഥാനമാണ്.
US നാഷണൽ അക്കാഡമി ഓഫ് എഞ്ചിനീയറിംഗിൽ അംഗത്വം ലഭിച്ച മലയാളിയാണ് ഡോക്ടർ എസ് സോമനാഥ്. US നാഷണൽ അക്കാഡമി ഓഫ് എഞ്ചിനീയറിംഗിൽ അംഗത്വം ലഭിച്ച മലയാളിയാണ് മുൻ ISRO ചെയർമാനായിട്ടുള്ള ഡോക്ടർ എസ് സോമനാഥ്.